അങ്ങനെ ഞങ്ങള് ദേവൂടന്റെ എൻഗേജ്മെന്റിന് വന്നിരിക്കുകയാണ്. ഡ്രസ് കണ്ടോ എല്ലാവരുടെയും? അടുത്ത ആള് ഞാൻ റെഡാണ് കേട്ടോ താഴെ. ഓക്കെ ഓക്കെ നമ്മളപ്പോ ഇപ്പൊ വന്നിട്ടുള്ളൂ. ആൾക്കാള് വരുന്നേ ഉള്ളൂ. എന്റെ പൊന്നു മക്കൾ, ഈ പാവാടക്ക് അല്ലെങ്കിലേ നീളുണ്ട്. ഇവിടെ ഞങ്ങളെ മുന്നിലോ പിന്നിലോ വന്നിക്ക്, പിന്നെ വന്നൊന്നും കുഴപ്പമില്ല. ഗൈസ്, നമ്മുടെ കോസ്റ്റ്യൂം ഫ്രം എയർ ഹാൻഡ്ലൂംസ് ആണ്. എല്ലാവരുടെ കോസ്റ്റ്യൂം എയർ ഹാൻഡ്ലൂംസിനാണ് നമ്മള് കോസ്റ്റ്യൂം പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ കാണിക്കാം എല്ലാരും ഓരോന്നോരോന്ന് കാണിക്കും. നല്ല രസമുണ്ട്. ഇവര് സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിന്റെ ഡിസൈൻ കണ്ടോ? രേഷ്മക്ക് കൊള്ളാം. ഓക്കെ ഓക്കെ, ഇങ്ങോട്ട്. ഓ കൊള്ളാം കൊള്ളാം. ഇത് ഇവളൊറ്റക്ക് വന്നവളാ. അയ്യടാ, ധനിയച്ചും ഞാനും. എന്തിട്ടത്? എന്താപ്പോ അല്ല ഗോപിക എന്താ ഇവിടെ? വാ, ഫോട്ടോയും വീഡിയോ ഒക്കെ വേഗം എടുക്കാം. ടെൻഷൻ അടിക്കില്ലേ? ഇരിക്കട്ടോ. ചിക്കൻ മന്നേ ഗൈസ്, ഇതാണ് നമ്മുടെ റെഡി. ദേവുവിന്റെ മണവാളൻ വന്നിരിക്കുന്നു. പെണ്ണിനെ കാണാൻ ചെക്കൻ വന്നിട്ടുണ്ട്. China. അവളെ ഇരിക്കുമ്പോ തിരിഞ്ഞിരിക്കുന്നു. സോറി, തലയിറങ്ങിയില്ല. കഴിഞ്ഞിട്ടല്ലേ
ഡാൻസ് കഴിഞ്ഞ് ചത്തു. സദ്യ നമുക്കിനി സദ്യ കഴിക്കാം ഗൈസ്. ഞങ്ങളെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. ഹലോ ഗായ്സ്, അപ്പൊ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഓരോരുത്തരും തിരിച്ചു നല്ല രസമുണ്ടായിരുന്നു. സമയം രാത്രി 10 മണിയായി. നമ്മൾ ഇവിടുന്ന് ഒരു 11-12 കുറച്ചുപേര് പോയിട്ടോ. മച്ചാനും മീനാക്ഷി നന്ദുവും മീരയും പോയി. കഴിഞ്ഞവനെ പോയി. 12 മണിയുടെ ട്രെയിൻ ഇവിടുന്ന് പോകും. അപ്പൊ എന്തൊക്കെയാണ് ദേവുവിന്റെ ആ സ്റ്റേജിൽ കയറിയപ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞുതരോ? നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ആ പാട്ട്, ആ ബാക്ക്ഗ്രൗണ്ട് പാട്ട്, അതിന് പ്രത്യേകം താങ്ക്സ് ടു DJ ക്രിഷ്. ആ പാട്ടായിരുന്നു കറക്റ്റ് ടൈമിങ്. മോദി ഞാനും എല്ലാവരും കരയെ നമുക്ക് ഭയങ്കര ഫീലായി. അവളിങ്ങനെ ഞാൻ ശ്രദ്ധിച്ചു. മിക്കവരും കണ്ണൊക്കെ നിറഞ്ഞു. ഒരു പാട്ടൊക്കെ പോയിട്ട് നമുക്ക് ഫീൽ അങ്ങനെ വരും. അവളുടെ സ്റ്റുഡൻസ് ഒക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. ഭയങ്കര ഫീലായി. കാരണം നമ്മുടെ ഒരാളുടെ വിട്ടു പോവാണ് മനസ്സിനുള്ളിലൊരു വിഷമം. അതാ പാട്ടിന്റെ ഒരു ഇതുകൊണ്ട് നല്ലൊരു പരിപാടിയായിരുന്നു. പിന്നെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഫുഡ് ആയിരുന്നു കേട്ടോ. ഇവരൊക്കെ ആദ്യമായിട്ടാണ് ട്രിവാൻഡ്രത്തെ സദ്യ കഴിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. മൊത്തത്തില് പരിപാടി ഫുൾ കളറാക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഡാൻസ് ആയിരുന്നാലും ഇവരൊരു പ്രസൻസ് മൊത്തം ഇന്നത്തെ ഡേ ഫുള്ള് നല്ല സൂപ്പർ ആക്കിയിട്ടുണ്ട്. പിന്നെ ഡ്രസ്സ് ഒരു നല്ലൊരു കോമ്പിനേഷൻ. നമുക്ക് എയർ ഹാൻഡ്ലൂംസ് ആയിരുന്നു. കൊളാബ് നല്ലൊരു ഡ്രസ് ആയിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവരുടെ കസിൻസിനായാലും എല്ലാരും പറഞ്ഞു നല്ല ഡ്രസ് കോഡ് ഉണ്ട്. ആ ഡാൻസിന്റെ വീഡിയോ
അതിൽ എല്ലാരും ഇങ്ങനെ ഒരുപോലെ ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇത് വൈൻഡപ്പിനുള്ള സമയമായി. ഇനി അടുത്ത ഒരു വ്ലോഗിൽ ഇനി അങ്ങോട്ട് എല്ലാം ഇതുപോലത്തെ ഓരോ വിശേഷങ്ങളായിരിക്കും. നല്ല നല്ല വിശേഷം. കല്യാണം ആണ്, ഇനി കല്യാണമായിരിക്കും. എൻഗേജ്മെന്റിന്റെ ഒക്കെ ഏകദേശം ആയി. ഇനി കല്യാണത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായിണ്ട. ഇനി അടുത്ത കല്യാണം ആരുടെയാണെന്നുള്ളത് കമന്റ് ചെയ്യണം. മനസ്സിലായിണ്ടാവും ഏകദേശം. നിങ്ങൾ കമന്റ് ചെയ്യും. ആരുടെ 2 പേരുടെ കല്യാണം ഉണ്ട്. അത് നെയ്യില് 2 പേരുടെയും കല്യാണം ഉണ്ട്. അത് ആരുടെയാണോ? അത് ടിജിയാണോ? അത് ദേവുവാണോ? കാണാത്ത ഒരാളാണോ? അത് ഉണ്ടാപ്പിയാണോ? അതോ ഇതില് അത്ര ഇങ്ങനെ തെളിഞ്ഞിരിക്കാത്ത ഒരാളാണ്? ഞങ്ങളുടെ ടീമിലുള്ള ആളാണ്. ഷാരുടെ കല്യാണം എന്നാൽ ഞങ്ങൾ പൊളിക്കും. പക്ഷെ മെയിലാണ്. അതൊക്കെ അവർ പ്രെഡിക്റ്റ് ചെയ്യട്ടെ. അപ്പൊ ഇത് വൈൻഡപ്പിനുള്ള സമയമായിരിക്കാണ്. പോവാൻ സമയം. അതെ, അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.